ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു കിച്ചടി ഉണ്ടാക്കിയാലോ? അതെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാബുദാന കിച്ചടിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ പീനട്ട്സ്, അത്യാവശ്യം കുറച്ചധികം പീനട്ട്സ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും 10 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ. അത് മാത്രമല്ല, ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ്, മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് സാബുദാന അല്ലെങ്കിൽ 6 hours നമ്മൾ സാബുദാന സോക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് സാബുദാനക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ സോക്ക് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നെയ്യിൽ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ജീരകം എല്ലാം ഇട്ട് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം ഈ സോക്ക് ചെയ്ത് വെച്ച് സാബുദാനയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. സാബുദാന ആഡ് ചെയ്യുന്ന സമയം ഇതിനിങ്ങനെ വൈറ്റ് കളറായിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് പ്രോപ്പർലി കുക്കായെന്ന് മനസ്സിലാവില്ല. ഇതിൻ്റെ ഈ വൈറ്റ് കളർ മൊത്തം മാറി ഇതൊരു ട്രാൻസ്പെറൻറ്റ് കളറിലേക്ക് വരും. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് കുറച്ച് വെന്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും മാറ്റി വെച്ച കുറച്ച് പീനട്ട്സും അതുപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്ത പീനട്ട്സും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മളെ സാബുദാന കിച്ചടി റെഡിയായി. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു. കുറച്ച് കട്ട തൈരിൽ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്താൽ ഈ കിച്ചടീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം ഇത്രയും ഈസി ആയിട്ടുള്ള ഈ കിച്ചടി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.